കടലുണ്ടി ദുരന്തത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ച് ട്രെയിൻ ഓടിച്ചിരുന്ന ലോക്കോ പൈലറ്റ് ഗോപാലകൃഷ്ണൻ അപകടത്തിൽപ്പെട്ട ചെന്നൈ മെയിലിന് അമിത വേഗത ഉണ്ടായിരുന്നില്ലെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. കടലുണ്ടി പാലത്തിന്റെ തൂണുകൾ തകർന്നതാണ് അപകട കാരണമെന്നും വീഴ്ച സംഭവിച്ചത് എഞ്ചിനീയർ വിഭാഗത്തിനാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും ഗോപാലകൃഷ്ണൻ പറയുന്നു. സച്ചിൻ വള്ളിക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കടലുണ്ടി ദുരന്തമുണ്ടായിട്ട് 25 വർഷം പൂർത്തീകരിക്കുകയാണ്. ചെന്നൈ മെയിൽ അന്ന് ഓടിച്ചിരുന്ന ലോക്കോ പൈലറ്റ് ഗോപാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അത് എഞ്ചിന് കോഴിക്കോട് ഞാൻ റൈറ്റ് ടൈം വിട്ടു വണ്ടി. കടലുണ്ടി സ്റ്റേഷനിൽ 50 കിലോമീറ്റർ സ്പീഡാണ്. 50 കിലോമീറ്റർ സ്പീഡ് അടിയർ ചെയ്തിട്ട് രണ്ടാമത്തെ പാലം കഴിഞ്ഞ ഉടനെ ഞാൻ സ്പീഡ് പിക്കപ്പ് ചെയ്തു. 60 കിലോമീറ്റർ സ്പീഡായിട്ടുള്ളൂ. പിള്ളേർ പിന്നെ എഞ്ചിനും 12 ബോഗിയും ട്രാക്കിൽ, പിന്നാലത്തെ 2 ബോഗിയും ബാംഗ്ലൂർ പോകുന്ന വണ്ടി അതും ട്രാക്കിൽ, മറ്റേ മുഴുവൻ വളർത്ത് പോയി. ഓവർ സ്പീഡൊന്നും ആയിരുന്നില്ല? ഓവർ സ്പീഡൊന്നുമില്ല. കാരണം സ്പീഡ് ഞാൻ പിക്കപ്പ് ചെയ്യണേ ഉള്ളൂ. ആക്സിഡൻ്റ് സമയത്ത് 60 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. സ്റ്റേഷനിൽ 50 കിലോമീറ്റർ സ്പീഡാണ്. ആക്സിഡൻ്റ് നിൽക്കുമ്പോൾ 60 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. എന്താണ് അപകടത്തിൻ്റെ ഒരു കാരണമായി കണ്ടെത്തിയത്? കണ്ടെത്തൽ പില്ലർ പൊട്ടിപ്പോയി. ബ്രിഡ്ജുണ്ടല്ലോ, ബ്രിഡ്ജിന് പില്ലർ പൊട്ടിപ്പോയി. അപ്പോൾ ഈ അപകടമുണ്ടായി ആ സമയത്ത് അതിന് ശേഷം വീണ്ടും ലോക്കോ പൈലറ്റായി ഈ ജോലിയിൽ തന്നെ വർക്ക് ചെയ്തു. ഞാൻ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് 2 മാസം ലീവ് എടുത്തു. ഞാൻ 2 മാസം ലീവ് എടുത്തു. പിന്നെ എടുത്തു കഴിഞ്ഞ് രണ്ടാമതും ഞാൻ ലീവ് കഴിഞ്ഞ് വന്നിട്ട് രാജധാനി എക്സ്പ്രസ് ആയിരുന്നു. ആഴ്ചയ്ക്ക് അങ്ങോട്ട് മംഗലാപുരം പോവുക, ആഴ്ച ഇങ്ങോട്ട് വരിക. ആഴ്ചയ്ക്ക് ഒരേ ഒരു ട്രെയിൻ, 2 ട്രെയിൻ, അങ്ങോട്ടും പോവുക അങ്ങോട്ട് പോവുക. അങ്ങനെ പിന്നെ 40 കൊല്ലം സർവീസ് കഴിഞ്ഞും ഞാൻ VR കൊടുത്തു. VR കൊടുത്തിട്ട് അത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് കാലം ഇൻസ്പെക്ടറായിരുന്നു, ലോക്കൽ ഇൻസ്പെക്ടർ. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന പിള്ളേരുണ്ടല്ലോ, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക ഒക്കെ, പിന്നെ ബാംഗ്ലൂർ ക്ലാസ്സിന് പോവുക, പിന്നെ സ്റ്റേഷനപ്പള്ളി പോയി ക്ലാസ് എടുക്കുക, അതൊക്കെ പണി ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മാക്സിമം ആയിക്കും സർവീസൊക്കെ ആയിക്കഴിഞ്ഞു. പിന്നെ വീട്ടിൽ അച്ഛനമ്മ മരിച്ചുപോയി. പിന്നെ വീട്ടിൽ നോക്കാണ്ട് അവിടെ കുറച്ച് സ്ഥലം ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നോക്കാതെ. പിന്നെ ഞാൻ VR കൊടുത്തു. VR കൊടുത്താൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ യൂണിയൻകാരൊക്കെ പിടിച്ചിട്ട് ഞാൻ VR കൊടുത്തു, പോയി. ഈ നിരവധി ജീവനുകൾ പൊലിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ടായി? തീർച്ചയായിട്ടും വിഷമമുണ്ടല്ലോ. പിന്നെ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞ് 10-52 ആൾ മരിക്കാൻ തുടങ്ങുന്ന വിഷമല്ലേ? ഞാൻ ആ കഴിഞ്ഞാൽ കൊല്ലം തഴുന്ന സമയത്ത് സില്ലാമല പോയിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങളൊക്കെ നേരിട്ടിരുന്നു? നേരിട്ടൊക്കെ ഞാൻ നേരിട്ടു. എനിക്ക് എൻ്റെ അടുത്ത് യാതൊരു ഫോൾട്ടും ഇല്ല. പിന്നെ അതിനുശേഷം ട്രെയിൻ ഓടിക്കുമ്പോൾ എത്തരത്തിലെങ്കിലും മാനസിക വിഷമമോ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ലീവൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ട്രെയിൻ പറിക്കുമ്പോൾ ഞാൻ കടലുണ്ടി സ്റ്റേഷനിൽ ഇവിടെ വണ്ടി നിർത്തി. എന്നിട്ട് താഴത്തിറങ്ങി പ്രാർത്ഥിച്ചിട്ട് ഞാൻ അസിസ്റ്റൻറ്റും കൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയുള്ളൂ. ഈ അപകടത്തിൻ്റെ കാരണത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലൊരു അനിശ്ചിതത്വം വരാൻ കാരണം ഉദ്യോഗസ്ഥരുടെ ഒരു നീക്കം തന്നെ. അതാണ് കാരണം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പേര് ഒരു ആക്സിഡൻ്റ് അവർ ഇൻവോൾവ് ആകുമ്പോൾ അത് പുറത്ത് പറയില്ല. നേരെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പം മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ വേഗം റിപ്പോർട്ട് പുറത്ത് വരും. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോൾട്ട് ആകുമ്പോൾ അത് പുറത്ത് വരില്ല. അത് സ്വഭാവമല്ലേ ഇത്. ഇതൊക്കെ അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പങ്കുവെച്ചു? ഞാൻ അന്വേഷിച്ചത് എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല. ഞാൻ ചോദിച്ച കാര്യം പറഞ്ഞു, എന്തായിരുന്നു എങ്ങനെയൊക്കെയായിരുന്നു സംഭവം ഞാൻ പറഞ്ഞു. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം, പാലക്കാട്.